തലയണ വെച്ച് കർത്താവ് അവിടെ വിശ്രമിച്ചു. ഈ ന്യായമായിട്ട് ചിന്തിച്ചാൽ ചിലപ്പോൾ ഓർക്കും ഇടയില്ലാഞ്ഞത് കൊണ്ടെങ്ങാനും അമരത്ത് പോയത്. എന്നാൽ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്കറിയാം, അമരത്ത് തലയണ വെച്ച് ഉറങ്ങാനുള്ളതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കർത്താവിനറിയാം അക്കരയ്ക്ക് എന്തിനാ പോകുന്നത്, ഭൂതം പിടിച്ചവന് വിടുതൽ കൊടുക്കാൻ. അപ്പൊ സർവജ്ഞാനിയാകുന്ന യേശുവിനറിയാം ഈ ശിഷ്യന്മാരുമായിട്ട് ഈ പടകയിൽ കയറി അക്കരയ്ക്ക് പോകുമ്പോൾ അക്കരെ ചെന്നാൽ ഭൂതം പിടിച്ചവന് വിടുതല. അവന് വിടുതൽ നടക്കാതിരിക്കാൻ പിശാച് ഈ കടലിൽ അവൻ കാറ്റും കോളും തിരമാലകളും അടിപ്പിക്കും. അങ്ങനെ അടിപ്പിച്ചാൽ ഈ പടക് മിക്കവാറും ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ പടക് നശിച്ചു പോകാതിരിക്കാനാ അവിടുന്ന് അമരത്ത് തലകണ വെച്ചത്. കാരണം കുട്ടനാട്ടുകാർക്കും വെള്ളത്തോടും വള്ളത്തോടും അറിവുള്ളവർക്കറിയാം, ഒരു വള്ളം അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്താൽ അതിൻ്റെ കിളരമുള്ള ഭാഗമാണ് അമരം. അപ്പം കാറ്റ് അടിച്ചാൽ ആദ്യം അടിച്ച് ഉടയ്ക്കുന്ന ഭാഗം അമരമാണ്. അമരം അടിച്ചു ഉടയ്ക്കും. അപ്പൊ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള സ്ഥലം യേശു അങ്ങേറ്റെടുത്തു. തകർന്നു പോകാൻ സാധ്യതയുള്ള ഭാഗം യേശു അങ്ങ് ഏറ്റെടുത്തു. നിന്റെ തകർച്ചകളെ യേശു ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ കുടുംബ തകർച്ചയായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, നിന്റെ സാമ്പത്തിക വിഷയമായിരിക്കാം, ജീവിതത്തിന്റെ തകർച്ചയായിരിക്കാം. ഈ പകൽ യേശു അത് ഏറ്റെടുത്തിരിക്കുക. നീ മനോഭാരത്തോടായിരിക്കും ഇന്ന് പകൽ വന്നത്. ആരോട് പറയാത്ത തിങ്ങിമെങ്ങുന്ന ഭാരവുമായി വന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ തകർച്ച യേശു ഏറ്റെടുത്തിരിക്കുക. നിന്റെ ജീവിതത്തിന്റെ തകർച്ച ഇന്ന് പകൽ മാറുന്ന പകല. നിന്റെ ജീവിതത്തിന്റെ ഉടഞ്ഞു പോകുന്ന വിഷയം യേശു ഏറ്റെടുത്തിരിക്കുക. നീ വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്, വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. നിന്റെ തകർച്ചകളെ മാറ്റാൻ പോകുക, നിന്റെ പ്രാണിച്ചകളെ മാറ്റാൻ പോകുക, നിന്റെ വേദനകളെ ഈ മകൾ മാറ്റും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മനോഭാരത്തോടെ മനോവേദനയോടെ ജീവിതത്തിന്റെ തകർച്ചയിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഉടഞ്ഞു പോകാൻ സാധ്യതകളുള്ള ഭാഗം, തകർന്നു പോകാൻ സാധ്യതകളുള്ള ഭാഗം യേശു ഏറ്റെടുത്തിരിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞെന്ന്. അപ്പോൾ അടിച്ചാദ്യം തകരുന്നത് അമരമാ. ആ ഉടഞ്ഞു പോകുന്ന ഭാഗം യേശു അങ്ങേറ്റെടുക്കും. പിന്നെന്തിനാ നീ ഭാരപ്പെടുന്നേ? എന്തിനാ നീ വ്യാകുലപ്പെടുന്നേ? എന്തിനാ നിരാശപ്പെടുന്നേ? പുസ്തകത്തിലെ വാക്യം പറയാ, നാൾതോറും നമ്മുടെ ഭാരം ചുമക്കുന്ന ഒരുവനുണ്ട്. വേറെ വാക്യമാ, നിന്റെ ഭാരം യഹോവയുടെ മേൽ. നമ്മളെന്തിനാ ഇതെല്ലാം കൂടെ? ഞാൻ എന്റെ അനുഭവം പറയാം. എനിക്ക് ഒരു ഭാരവും ഇല്ല. ശരീരത്തിന് ഭാരമുണ്ട്, എനിക്ക് വെയിറ്റ് ഉണ്ട്. എത്രയാണ്? അത്രോ എത്രയാണെന്ന് അറിയണം അല്ലേ? ആ മോട്ടോ ഇരുപ്പം കണ്ടപ്പോ ആ പുള്ളി പറയുക എന്നെ കേട്ടോ. ഈ ഭാരം അല്ല പറഞ്ഞേക്കുന്നത്, നിന്റെ മുഴുവൻ ഭാരവും ചുമക്കുന്ന ഒരുവനുണ്ട്. അല്ല, അങ്ങനല്ലേ പറഞ്ഞു? നാളുതോറും ഓരോ ദിവസവും ഭാരമുണ്ട്, ഓരോ ദിവസവും ഉണ്ട് ഭാരം. ഇന്ന് പകൽ കൊണ്ട് ഭാരം, നാളെയും ഭാരം ഉണ്ടാകും. അന്നേരം നമ്മള് ചിലരിൽ നിന്ന് പാടുക, നീങ്ങിപ്പോ എന്റെ നാളെയുണ്ട്. അങ്ങനല്ലേ വാക്യം? നാളുതോറും. ഞാൻ പാട്ടുകാരനെ കണ്ണിക്കുകയല്ല. പാട്ടുകാരൻ ചിലപ്പോ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരുന്നു, ആ ഭാരം മാറും. അതാ വിഷയം. ഏതോ വിഷയത്തിൽ അദ്ദേഹം ഭാരപ്പെട്ടിരുന്നു, ദൈവം ആ ഭാരം മാറ്റി. അതാ നീങ്ങി. അല്ലാതെ ഭാരമെല്ലാം ഒന്നും നീങ്ങുകയല്ല.
പൗലോസ് കൊരിന്ത്യയിലെടുത്ത് പറഞ്ഞത്, അവൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഭാരപ്പെട്ട്, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഭാരമുണ്ട്, പക്ഷെ നീ തളരണ്ട, നിന്റെ ഭാരം നാൾതോറും ചുമക്കുന്ന ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകരം നിന്റെ ഭാരം ചുമക്കുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. നീ ആ ഭാരം എടുത്തോണ്ടിരിക്കണ്ട, അത് അങ്ങോട്ട് വെച്ചു കൊടുക്ക്. അവിടെ നിന്ന് ചുമന്ന് നിന്നെ പുലർത്തുവാൻ കഴിവുള്ള ദൈവത്തിനും ഒരുവനുണ്ട്. അല്ല, അങ്ങനല്ലേ? നാളുതോറും ഓരോ ദിവസവും ഭാരമുണ്ട്, ഓരോ ദിവസവും ഉണ്ട് ഭാരം. ഇന്ന് പകലുമുണ്ട് ഭാരം, നാളെയും ഭാരം ഉണ്ടാകും. അന്നേരം നമ്മള് ചിലരിൽ നിന്ന് പാടുക, നീങ്ങിപ്പോ എന്റെ നാളെയുണ്ട്. അങ്ങനല്ലേ വാക്യം? നാളുതോറും. ഞാൻ പാട്ടുകാരനെ കണ്ണിക്കുകയല്ല. പാട്ടുകാരൻ ചിലപ്പോ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരുന്നു, ആ ഭാരം മാറി. അതാ വിഷയം. ഏതോ വിഷയത്തിൽ അദ്ദേഹം ഭാരപ്പെട്ടിരുന്നു, ദൈവം ആ ഭാരം മാറ്റി. അതാ നീങ്ങി. അല്ലാതെ ഭാരമെല്ലാം ഒന്നും നീങ്ങുകയല്ല. പൗലോസ് കൊരിന്ത്യയിലെടുത്ത് പറഞ്ഞത്, അവൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഭാരപ്പെട്ട്, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഭാരമുണ്ട്, പക്ഷെ നീ തളരണ്ട, നിന്റെ ഭാരം നാൾതോറും ചുമക്കുന്ന ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകരം നിന്റെ ഭാരം ചുമക്കുന്ന ഒരുവൻ വന്നിട്ടുണ്ട്. നീ ആ ഭാരം എടുത്തോണ്ടിരിക്കണ്ട, അത് അങ്ങോട്ട് വെച്ചു കൊടുക്ക്. അവിടെ നിന്ന് ചുമന്ന് നിന്നെ പുലർത്തുവാൻ കഴിവുള്ള ദൈവമാണ്. ദൈവത്തിന് മഹത്വം. ഞാന് മിക്കപ്പോഴും പറയും, ഈ പേർഷ്യയിലൊക്കെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച്, ഇപ്പോഴത്തെ പോക്കല്ല, പണ്ടൊക്കെ പോകുമ്പോൾ ലഗേജ് കൊണ്ടുപോകും അല്ലേ? ഇപ്പം വേറെ രീതികളിലൊക്കെയാ പോകുന്നത്. പണ്ട് ലഗേജ് കൊണ്ടുപോകും. അപ്പൊ അതെല്ലാം തൂക്കം ഇത്ര കിലോ, 30 കിലോ അല്ലെ 25 കിലോ, അതെല്ലാം തൂക്കി ക്രമപ്പെടുത്തി പിന്നെ ഇതെല്ലാം വെച്ച് ഒട്ടിച്ച് പണ്ടൊക്കെ പേരുമൊക്കെ എഴുതുമായിരുന്നു. പേരുമൊക്കെ എഴുതി പോകുന്ന സ്ഥലം, ചെന്നിറങ്ങുന്നിടം, ഏത് എയർപോർട്ട്. അപ്പം ഈ ബുദ്ധിയുള്ളവരെ ലഗേജ് എല്ലാം ഇതിനകത്തങ്ങ് കയറ്റും. ബുദ്ധിയുള്ളവര് ഫ്രീ ആയിട്ടാ പോകുന്ന. കയ്യിൽ ഒരു ചെറിയ ബാഗ് കാണും, പുരുഷന്മാരാണ്. അതിനകത്ത് പാസ്പോർട്ട്, വിസ, ഒറിജിനൽ കോപ്പി, ടിക്കറ്റ്, ബോർഡിംഗ് പാസ്, പിന്നെ വേറെ വല്ലതും ഉണ്ട്. അത്രയും പോലെ. ബാക്കിയെല്ലാം ലഗേജ് വിട്ടു. അതിന്റെ കാരണം പറയാം. അവിടെ കൊണ്ട് ലഗേജ് വിടുന്നിടത്ത് വന്ന് ഇതങ്ങോട്ട് കയറ്റി. അപ്പൊ അതിനകത്തിരിക്കുന്ന ചുമതലപ്പെട്ടവർ നോക്കി, അവരെല്ലാം അടിച്ചു നോക്കിയപ്പോൾ കറക്റ്റ് തൂക്കാം. നമ്മുടെ കാര്യമെല്ലാം നോക്കി അത് നോക്കിയിട്ട് നമ്മളെ ഒന്നും, കാരണം തലവെട്ട് കേസുണ്ടതാ. ഇപ്പൊ പിന്നെ അവിടെ ചെന്ന് കണ്ണ് കാണിക്കും. അങ്ങനെയൊക്കെയാ ഇപ്പം. ഇതിലെ ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിലേ പോകും, ലഗേജ് തേണ്ടി ഇതിലേ പോകും. നീ അവിടെ നോക്കി നിൽക്കൊന്നും വേണ്ട, എന്റെ ഭാരം പോകുന്നല്ലോ. നീ അതിലേ അങ്ങ് പോയാ മതി. നിനക്ക് പോകേണ്ട വേറെ വഴിയുണ്ടെന്നേ. എടാ പിടി, ഇത് പോകേണ്ട വഴി കൂടെ പോകും, വരേണ്ട വഴി കൂടെ അങ്ങ് പേർഷ്യ വരും. നീ പോകേണ്ട വഴി കൂടെ പോകണം, ചെല്ലേണ്ട സ്ഥലത്ത് ദൈവം നിന്നെ എത്തിക്കും. വിമാനത്തെ കയറി ഇരിക്കുമ്പോഴും അങ്ങനെ. അവര് ആദ്യമായിട്ട് കയറുന്നവർക്ക് അവര് ഇങ്ങനെ കൈക്രിയൊക്കെ കാണിക്കുമല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ പെണ്ണുങ്ങളൊക്കെ കാണിക്കുമ്പോൾ മനസ്സിലാകും, ബെൽറ്റ് ഇടാനൊക്കെയാണ്. പിന്നെ അടുത്തിരിക്കുന്നവര് കാണിക്കുന്നതിനാണ് ഞാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ രക്ഷപ്പെടുന്നത്. അപ്പൊ ഈ വിമാനത്തിൽ ഇരിക്കുമ്പോഴുമേ, പിന്നെ വേറെ ചെറിയ പെട്ടിയാണ്, അതെല്ലാം അതിന്റെ മേളിൽ കാണും. മറ്റേത് ലഗേജിലുണ്ട്. നീ അതിനകത്ത് കയറിച്ച് എന്റെ ലഗേജ് ഞാൻ പിടിച്ചോണ്ടിരിക്കുമെന്നൊന്നും പറയണ്ട. നീ ഇതിനകത്ത് മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. അതൊക്കെ വരേണ്ട സ്ഥലത്ത് വന്നോളൂ. കാരണവും കൂടെ പറയാം. ഇത് ഈ ഇങ്ങനെ ഓടി റൺവേ എന്നല്ലേ പറയുന്നത്. തെറ്റുകാരനെ പറഞ്ഞു തരണേ, ലൈവാ. രണ്ടേ കൂടി ഇതിങ്ങനെ ഓടി ഇതിങ്ങനെ പൊങ്ങി. പേർഷ്യയിലാന്നെ 3.5-4 മണിക്കൂർ കൊണ്ടാണ്. അത് രാജ്യത്തിൻ്റെ ഇതനുസരിച്ച് ഇങ്ങനെ പൊങ്ങി. ഇത് 10-38,000 അടി ഉയരത്തിൽ കൂടെ പൊങ്ങി ഇങ്ങനെ പറന്നാ ചെന്ന്
പേർഷ്യയിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇത് ഈ 38,000 അടി ഇങ്ങനെ പറന്ന് എന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പം ഇതിനകത്തിരിക്കുന്ന ആള് ഫ്രീ ആയിട്ടിരിക്കണം. ലഗേജൊക്കെ അങ്ങ് വന്നോളൂ. നീ ഇതിനകത്ത് പിന്നെ അത്യാവശ്യം ഇതിനകത്ത് കഴിക്കാനുള്ളതും അതിനോട് കൂടി ആ ടിക്കറ്റ്. വീട്ടിൽ കഴിക്കുമ്പോൾ 4 കൂട്ടി കൂട്ടും 3 ഏത്തക്കായി 3 ആറാമട്ടൊന്നും കിട്ടുകയില്ല. നാടൻ ഭാഷ പറഞ്ഞ കത്തലടങ്ങാൻ അത് മതിയല്ലോ. ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഒരു കത്തൽ വരും, അന്നേരം അത് അടങ്ങാൻ അത് മതി. ഫ്രീ ആയിട്ട് ഇതിനകത്തിരിക്കണം. അപ്പം ഇങ്ങനെ പറന്ന് എന്ന് അവിടെ ചെന്നിറങ്ങും. അപ്പൊ എന്റെ ചിന്ത, ഇവിടുന്ന് പേർഷ്യയിൽ പോകുന്ന ആൾക്കാര് ഇങ്ങനെ പറന്ന് അങ്ങോട്ടൊരു 4.5 മണിക്കൂർ കൊണ്ട് ചെന്ന് ഇറങ്ങുമ്പം അത്രയും ഫ്രീ ആകുന്നെങ്കിൽ ഒരു ദൈവവൈതല് പോകാൻ പോകുന്നത് ഇങ്ങനെ അങ്ങോട്ടാണ്. ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ട. ഈ കാണുന്ന നക്ഷത്ര മണ്ഡലങ്ങളെ താണ്ടി, ഈ വാനഗോളങ്ങളെ താണ്ടി നൊടിയിട കൊണ്ടാണ് ഈ എല്ലുന്നത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഇങ്ങനെ ചെന്നിറങ്ങുന്ന ആൾക്കാർ അത്രയും ഫ്രീ ആകുന്നെങ്കിൽ ഇങ്ങനെ നീ പോകാൻ പോകുന്നത്. നീ ഭാരമൊന്നും വഹിക്കണ്ട. നിന്റെ ഭാരമെല്ലാം ചുമക്കുന്ന ഒരുവനുണ്ട്. നാളുതോറും ഭാരം ചുമക്കുന്ന ഒരുവനുണ്ട്. നിന്റെ ഭാരമെല്ലാം അവിടുത്തെ മേൽ ഇട്ടുകൊണ്ട് അവിടുന്ന് ചുമന്ന് നിന്നെ പുറത്തുവാൻ വിശ്വസ്തൻ. അങ്ങ് കേറിപ്പോകും നമ്മള്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി, 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം ഊഹിക്കാതോ കാണും ഗഗനതലം അതു മനുജഗണനയും അതിജയിച്ചുയരും വിധൗ നവഭാഗ്യമാകി മേയെ വാഴ്ത്താനോ സൗഖ്യം ദേശമെങ്കിലും ഉറപ്പാനാവിതോ. സൗഖ്യം ദേശമെങ്കിലും ഉറപ്പാനാവി. അമനവറയ്ക്കടുത്തു നീയണയും സമയത്തു, ശ്രീമകാരാനിയെ നിന്നെ കാണുവാൻ സ്വർഗ കാമിനി ഗണമമിത കുതുകമൊടാതര അരികെ വരും. തവ കൈകളെ കാന്തൻ പിടിക്കും നിത്യ സ്നേഹഭാവത്തിനുള്ളിൽ പോവാൻ. നിത്യ സ്നേഹഭാവത്തിനുള്ളിൽ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ സകല ഭാരങ്ങൾ ചുമക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട്. അപ്പൊ യേശു പടകിൽ കയറി അമരത്ത് തലകണ വെച്ച് ഉറങ്ങണം. പിശാചിനറിയാൻ ഈ പടക് മറകര എത്തിയാൽ ആ പിശാചിനാൽ പിടിക്കപ്പെട്ടവൻ വിടുതൽ പ്രാപിക്കും. കാരണം വരുന്നവൻ യേശുവാണ്. അത് വരാതിരിക്കുവാൻ, ഈ യാത്രയെ അലങ്കോലപ്പെടുത്തുവാൻ, ഈ യാത്രയെ തകർത്ത് കളയുവാൻ, ഈ പടകിനെ തച്ചുടയ്ക്കുവാൻ, ഈ പടകിലുള്ളവരെ എന്റെ ഭാഷ പറഞ്ഞ മുക്കിക്കൊല്ലാൻ പിശാചി കാറ്റടിപ്പിച്ചു. പക്ഷേ അമരത്തൊരുവൻ ഇത് ഏറ്റെടുത്തത് കൊണ്ട് നീ തകർന്നു പോകാനും പടക് തകരാനും അവൻ അവിടുന്ന് അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ കുടുംബത്തെ വകവരുത്തുവാൻ, ഈ പടകിനെ, വിശ്വാസ പടകിനെ അടിച്ചുടയ്ക്കുവാൻ പിശാച് നിനക്കെതിരെ കാറ്റും കോളും തിരമാലകൾ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, നീ പതറരുത്. ഒരുവൻ അമരത്തുണ്ട്, ഒരുവൻ അമരം ഏറ്റെടുത്തിട്ടുണ്ട്, ഒരുവൻ നിന്റെ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്, നിന്റെ ഭാരം ഒരുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പകലെ യോഗത്തിന് വന്നവര് തിരിച്ച് ഭാരത്തോടൊന്നും പോകരുത്. അല്ല, വടക്കുതിര പോകുമ്പോൾ തിരിച്ചു പോകണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നപ്പോ ചോദിച്ചു എവിടെ പോവാൻ? പ്രാർത്ഥന.
അങ്ങോട്ട് പോകുമ്പോൾ നല്ല പണ്ട് പറയുമായിരുന്നു കവിക്ക് പോയെന്ന്. ആവശ്യക്കറിയാം. അങ്ങോട്ട് പോകുമ്പോൾ എവിടെ പോകുന്നത്? കവിയൂര് പോവാം. അതെല്ലാം തിരിച്ചുകൊണ്ടപ്പോ എവിടെ കവിക്ക് പോയത് അങ്ങനെ പറയരുത്. ഇവിടുന്ന് പോകുമ്പോൾ നല്ല പടക്കുതിര പോകും പോലെ പോകണം. സ്തോത്രം. കാരണം നിന്റെ മുഴുവൻ ഭാരവും ഏറ്റെടുത്തിട്ടുണ്ട്. നിന്റെ വിഷയമെല്ലാം അവിടുന്ന് ഏറ്റെടുത്തിരിക്കുക. ബിനുവാഴമുട്ടമല്ല ഏറ്റെടുത്തേക്കുന്നത്. അനീഷ്ക പോലും ഞങ്ങൾ ഏറ്റെടുക്കത്തുമില്ല. ഞങ്ങളുടെ ആരെയും ഏറ്റെടുക്കുമെന്ന് ഓർത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയുക, എന്റെയും നിന്റെയും ഭാരം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ കയ്യിലോട്ട് വിഷയം ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു ദോഷവും വരികയില്ല. നിന്റെ സന്തതിക്കും ദോഷം വരികയില്ല. ഹല്ലേലൂയ. എന്നോട് ബഹുമാനപ്പെട്ട ദൈവദാസൻ 2 മണി വരെ എന്നാ പറഞ്ഞേക്കുന്നത്. 2 മണി വരെ എടുത്തോട്ടെ, വേണ്ടെന്ന്. നിർത്തണമെങ്കിൽ നിങ്ങൾ ബൈബിളിലുള്ളവർ അതിന്റെ സിപ്പിട്ടൊന്ന് കാണിച്ചാൽ മതി. അന്നേരം എനിക്ക് മനസ്സിലാകും. സ്തോത്രം. നിർത്തണം. എനിക്ക് വിശക്കുന്നു. ദൈവത്തിന് മഹത്വം. മുഴുവൻ ഭാരവും അവിടുന്ന് ഏറ്റെടുത്തിരിക്കുക. അവൻ പിശാചിനറിയാം ഈ പടക് മറുകരയെത്തിയാൽ അവൻ വിടുതല പ്രാപിക്കും. അതിനെ കാറ്റടിപ്പിച്ചു. ഭയങ്കര കാറ്റ്. യേശു തലയണ വെച്ച് അമരത്ത് ഉറങ്ങുക. ആദ്യമൊക്കെ നല്ല ശാന്തമായ അന്തരീക്ഷമായിരുന്നു. ഈ വിശ്വാസത്തിലൊക്കെ വരുമ്പോൾ ധരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ശാന്തതയാണ്. അല്ലല്ല, ചിലപ്പോൾ കാറ്റും കോളും ഒക്കെ ഉണ്ടാകും. പക്ഷെ മുങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല. നീ നശിച്ചു പോകാനും അനുവദിക്കത്തില്ല. നീ തകർന്നു പോകാനും അനുവദിക്കത്തില്ല. ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ നിന്നെ എത്തിക്കും. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ എത്തേണ്ടതിന് അവനവരെ ചൊവ്വയുള്ള വഴി നടത്തും. ഞാൻ നീയും ആരാധിക്കുന്ന കർത്താവ് നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പടകിൽ കാറ്റ് ശക്തമായി, തിരമാലകൾ ഉയർന്നു. അപ്പോൾ അവര് കർത്താവിനെ ഉണർത്തി. എനിക്ക് പാട്ടുകളൊക്കെ വരുന്നുണ്ട്. തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്രാ ഗലീലയ കടലിൽ. വലിയൊരു പടകിൽ യാത്രാ ഗലീലയ കടലിൽ. പന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്രാ ഗലീലയ കടലിൽ. വലിയൊരു പടകിൽ യാത്രാ ഗലീലയ കടലിൽ.
ശ്രദ്ധിക്കുക, ഈ പടക് മറുകര എത്താതിരിക്കാൻ പിശാച് കാറ്റടുപ്പിച്ചു. ഓടിച്ചു പോകാം. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കർത്താവിന് മനസ്സിലായി ഇത് പ്രകൃതിയുടെ പ്രതിഭാസത്താൽ ഉളവായ കാറ്റല്ല, ഇതിന്റെ മുമ്പിൽ ഒരുവൻ അടുപ്പിക്കുക. എല്ലാ കാറ്റും ഒന്നും പിശാച് ഈ പ്രകൃതിയുടെ പ്രതിഭാസത്താ വരുന്നതല്ല. ചിലതൊക്കെ പിശാച് അടുപ്പിക്കും. ഞാൻ പറയാനുണ്ട്, രോഗവുമുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗവുമുണ്ട്, രോഗബന്ധനം. രോഗം ചികിത്സിച്ചാൽ ഭേദമാകും, ബന്ധനമൊന്നും ചികിത്സിച്ചാൽ ഭേദമാകുകയില്ല. രോഗം ഡോക്ടർമാര് കണ്ടുപിടിക്കും, അതിനുള്ള ഉപാധികളുണ്ടല്ലോ. ഇന്ന് വരെ ഒരൊറ്റ ഡോക്ടർമാരെ പറഞ്ഞിട്ടില്ല അതേ സ്കാനിങ് മെഷീനിൽ രോഗബന്ധനം തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മെഷീൻ ഇറങ്ങിയിട്ടില്ല. പിന്നിപ്പം ഈ ആതുര ശുശ്രൂഷകള് ഇപ്പം കൂടുതൽ ബിസിനസ്സായി വന്നിരിക്കുക. നമ്മൾ റോഡ് യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം പരസ്യങ്ങളാണ്. ഹാർട്ടിന്റെ പടം വെച്ചിട്ട് കമ്പിമുള്ളിട്ട് വെച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കരുത്താന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ആ ജോർജ് കുട്ടി കമ്പിമുള്ളും പോയി പരസ്യമാണ്. അവിടെ ആശുപത്രി പോകുന്നവന് ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ചില ഡോക്ടർമാര് പറയും ഓപ്പറേഷൻ വേണം, അതായിക്കോട്ടെ. എന്നാലൊരു എൻ്റെ അഭിപ്രായമാണ്, ഒരു 3 ഡോക്ടറോടും കൂടെ ചോദിച്ചേച്ചേ, ഒരു 3 ഡോക്ടർമാരോടും കൂടെ ചോദിച്ചെന്ന് കൺഫേം ചെയ്തേച്ചേ. അല്ല ഓപ്പറേഷൻ വന്നാൽ കീറിക്കോ ഡോക്ടർ ഏതാണ്ട് കിടക്കെന്ന് പറയരുത്. തിരിച്ചും മറിച്ചും കീറി എടുക്കാവുന്നതല്ല. അങ്ങനെയൊക്കെ അല്ലയോ ഇപ്പൊ വാർത്ത കണ്ടുവരുന്നേ. അങ്ങനെ തന്നെ ഏൽപ്പിച്ചൊന്നും കൊടുക്കരുത്. വളരെ സൂക്ഷിക്കണം. ചികിത്സ ചെയ്യേണ്ടെന്നല്ല ഈ പറഞ്ഞത്. സ്തോത്രം. വളരെ ഇതിന്റെ ബിസിനസ്സായി വന്നിരിക്കുക അല്ലേ? ബിസിനസ്സാണ്. നിങ്ങൾ ചില ആശുപത്രി ചെന്ന് ചിലർ ഈ എന്തുവാ അതിന് പറയുന്നത്, ഡെങ്കു പറയാം അവിടെ ചെന്നിരുന്നു. അമ്മച്ചിയുടെ കൂടെ വേലക്കാർ വേണ്ട, അവര് നിപ്പോണ്ട് ഇതെല്ലാം തളഞ്ഞെടുത്തോണ്ട് അവിടെ ചെല്ലിക്കുമ്പോൾ അമ്മച്ചി. അപ്പൊ അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി കനമുള്ള അമ്മച്ചിയാണ്. അവരൊക്കെ അമ്മച്ചിയുടെ വീട് അവിടെ. അപ്പൊ അമ്മച്ചിവർക്കും ഡോക്ടർക്കും നിൽക്കുന്നവർക്കും വലിയ താല്പര്യമാണ്. താല്പര്യമുണ്ട്. എവിടെ അമ്മച്ചിയുടെ വീട്? എൻ്റെ വീട് പത്തനംതിട്ടയല്ലേ. അമ്മച്ചിക്ക് മക്കള് ഇത് പറഞ്ഞുണ്ടായി കുറിക്കുന്നത്. എനിക്ക് 4 മക്കള്. എവിടെ? മൂത്തവനെ കാലിഫോർണിയയില്. അപ്പൊ അവരൊരു സാധനം കുറിച്ച് അവിടെ വെച്ചു. കാരണം ആ പഴയ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ പണി നടക്കുക. ഈ തള്ളയെ വെച്ച് നമുക്ക് രണ്ടാമത്തെ മോൾ അവള് കാനഡയിൽ. അപ്പൊ ഓരോ പേപ്പർ അപ്പുറം നിന്ന് പുള്ളി കൊടുക്കുക. പുതിയ കുറച്ച് മെഷീൻ വാങ്ങണ്ടോണ്ട് തള്ളയെ വെച്ച് അമ്മ ഗവൺമെന്റ് പറയുന്നതാണ്. 3ാമത്തെ ആളെവിടെ? അവനെ ന്യൂസിലൻഡിലും. അപ്പൊ അവർക്ക് മനസ്സിലായി ഈ തള്ളേനെ കുറഞ്ഞത് ഒരു 2 മാസമെങ്കിലും ഇവിടെ. എല്ലാവരുടെയും കാര്യമല്ല, ബിസിനസ്സായി ഇത് കൂടുതലും. വളരെ ശ്രദ്ധിക്കണം. നമ്മളെന്ന് ചോദിക്കുമ്പോൾ എങ്ങനുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. കാരണം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പിറ്റേന്ന് ചോദിക്കും എങ്ങനുണ്ട്? ഇന്നലെ ഇടത്തെ കണ്ണെന്ന് അനക്കി. തള്ളയത്തിട്ടും 2 ദിവസം കഴിഞ്ഞു. ഇടത്തെ കണ്ണ്. പിന്നെ നമ്മൾ ചോദിക്കും എന്തേലും പ്രതീക്ഷയ്ക്ക്. അവര് കുറച്ച് കാര്യം പ്രതീക്ഷിച്ചായി ഇതിനെ അകത്തിട്ടേക്കുന്നത്. ബിസിനസ്സാണ് കൂടുതൽ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ആശുപത്രിയുടെ പേരൊന്നും പറയുന്നില്ല. നമ്മുടെ ഒരു സഹോദരി വേണ്ടപ്പെട്ടതാ. അവിടെ ചെന്നപ്പം പറഞ്ഞു ഇപ്പൊ ഓപ്പറേഷൻ വേണമെന്ന്. മുഴുവൻ ബ്ലോക്കാണ്. അവർ പറഞ്ഞു എനിക്കോ? അവരുടെ ഒരു ബന്ധു ഉണ്ടായിരുന്ന ആശുപത്രി നേഴ്സ്
അവൾ അപ്പുറം നിന്ന് കണ്ണടച്ച് കാണിച്ചു. ഉറക്കെ പറയാൻ പോവാം. അവൾ പുറകെ നിന്ന്. അപ്പൊ അവർക്കും ബുദ്ധിയുള്ള സ്ഥിതി അവര് പറഞ്ഞു, ഡോക്ടറെ ഞാൻ വീട്ടിൽ പോയി ഒന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് 2 ലക്ഷം രൂപ ഇപ്പൊ കെട്ടിവെക്കണം, ഇല്ലെങ്കിൽ അധിക ദിവസം. അപ്പൊ അവള് കണ്ണടച്ച് കാണും. അവരതിലേക്കൂടെ ഇറങ്ങി, വേറെ വഴി കൂടെ ഇറങ്ങി ബസ് കയറി മല്ലപ്പള്ളി വന്നേച്ച് വേറൊരു ബസ്സിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ഡോക്ടർ പറഞ്ഞ് ഈ ഗുളിക ഒരാഴ്ച കഴിച്ചോളാൻ പറഞ്ഞു. കഴിച്ചു. ഇപ്പൊ 7 വർഷം കഴിഞ്ഞ് പക്കി പറക്കം പോലെ പറക്കുക. ഈ അടുത്ത കാലത്ത് ഞാൻ അവരെ കണ്ട്. അപ്പുറം എന്നാ പറഞ്ഞത്, 2 ദിവസത്തിനകം ബിസിനസ്സാ കൂടുതൽ. എന്നാൽ ഇതിലെല്ലാം ഉപരി ഒരു കാര്യം ഞാൻ പറയാം, നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാവൂ. അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടുത്തെ അടിപ്പണരാൻ നിനക്ക് സൗഖ്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ അദൃശ്യകരെ തൊട്ടാൽ നിനക്ക് വിടുതല. അപ്പൊ എല്ലാ ഈ രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. രോഗം ഡോക്ടർമാര് കണ്ടുപിടിക്കും, ഒറ്റ ബന്ധനം ഇന്ന് വരെ കണ്ടുപിടിക്കുകയല്ല. രോഗം സ്കാനിങ് മെഷീനെ തെളിയും, രോഗബന്ധനം വന്ന് സ്കാനിങ് മെഷീനെ തെളിയത്തില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞ ആ ഭാഗം വിടാം. രോഗം ചികിത്സിച്ച ഭേദമാകും, എന്നാൽ രോഗബന്ധനം ആരാധിക്കുമ്പോൾ അഴിഞ്ഞു മാറും. വചന ശുശ്രൂഷയിൽ അഴിഞ്ഞും, ആത്മാവിൽ ബലപ്പെടുമ്പോൾ രോഗബന്ധനം അഴിഞ്ഞും. യേശു തൊട്ട് കഴിയുമ്പോൾ രോഗബന്ധനം അഴിഞ്ഞും. യേശു സ്പർശിച്ചാൽ നിന്റെ രോഗബന്ധനം അഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് തൊട്ടാ മതി. അതിലെ കർത്താവ് പറഞ്ഞ സ്ത്രീയെ നിന്റെ രോഗബന്ധനം. അന്നേരം രോഗം അവളെ കമ്പിയോടി പോരാതാണ് പോയത്. ഒരു കൂനിത്തള്ളയായിരുന്നു അല്ലേ. 10-18 വർഷമായിട്ട് ഇന്ന് വരെ നിവരാത്ത അമ്മയാണ്. യേശു തൊട്ടുടനെ അന്നേരം നിവർന്നെന്നുള്ളത്. യേശു ആ തള്ളയെ വെച്ച് ഡ്രില്ല് കളിപ്പിച്ചുമില്ല. ഇന്നത്തെ ഞാനോ നിങ്ങൾ പറഞ്ഞ അമ്മച്ചി ഒന്നോട് കുനിഞ്ഞാട്ടം, നീ പൊങ്ങിയാട്ടം, പിന്നെ കുഞ്ഞ അവസാനം തള്ളയ്ക്ക് നടുവേദനയായി. യേശു തള്ളയെ വെച്ച് ഡ്രില്ലൊന്നും കളിപ്പിച്ചില്ല. യേശു സൗഖ്യമാക്കിയവരോടെല്ലാം പറഞ്ഞതെന്നറിയോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ നീ പാപം ചെയ്യരുത്. യേശു തൊട്ടാൽ വിടുതല, യേശു സ്പർശിച്ചാൽ വിടുതല, യേശു തൊട്ടാൽ നിനക്ക് നീക്കുപോക്ക. അവിടുത്തെ അടിപ്പുണരാൻ നിനക്ക് സൗഖ്യമാ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കര കുറുകിപ്പോയിട്ടില്ല. അവിടുത്തെ കര സ്പർശിച്ചാൽ നിന്റെ ബന്ധനങ്ങളെ അഴിയും, രോഗാത്മാവ് അഴിയും, രോഗബന്ധനം അഴിയും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് നീ ദൈവത്തിൽ വിശ്വസിക്കേ. ഞങ്ങളുടെ സഭയിലും ഒക്കെ പറയും, ദൈവമക്കളെ വിശ്വാസത്തിന്റെ വാക്കേ പറയാം. നിരാശയുടെയും പരാജയത്തിനും ഒന്നും വാക്ക് പറയരുത്. ഈ നിരാശയും പരാജയവും പറയുന്നവന്റെ കൂടെ കൂട്ടുപിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവനോട് പണം കണ്ട ഇങ്ങനെ കൈ കാണിച്ച് ചെന്ന് പോയേക്കാം. വിശ്വാസമില്ലാത്തവന് സായിബാബ കാണിക്കും പോലെ അതേ ഒപ്പമുള്ളൂ. അവനോട് കൂടുതൽ ചങ്ങാത്തിന് പോയാൽ നിന്റെ വിശ്വാസവും കൂടെ സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം, നിരാശയുടെ വാക്കൊന്നും പറയരുത്. എന്റെ ദൈവം എന്നെ സഹായിക്കും. ഈ ചില വിഷയങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ്. പിന്നെ ചില വിഷയങ്ങളുള്ളത്, പിന്നെ ഞാനൊരു ചെറിയ സാക്ഷ്യം പറയാം. ചെറുതല്ല, എനിക്കത് വലുതാ, ചിലപ്പോൾ നിങ്ങൾക്കത് ചെറുതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാന് ഒരു 10-25 കൊല്ലമായിട്ട് മരുന്നെടുക്കുകയല്ലായിരുന്നു. മരുന്നൊന്നും വെക്കത്തില്ല, അങ്ങനെ പ്രതിഷ്ഠയൊന്നും ചെയ്തതല്ല, മരുന്നെടുക്കുകയല്ലായിരുന്നു. അസുഖങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കും, യേശു സൗഖ്യമാക്കും. അതിനിടയ്ക്ക് ഞാൻ
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലൊന്ന് പോയി. അമേരിക്കയിൽ പോയ വിശേഷമൊന്നും പറയല്ല, നിങ്ങളൊക്കെ അത് പറയാനാ പുള്ളി. അമേരിക്കയിൽ ഇപ്പം നമ്മളെക്കാളും കൂടുതൽ സ്വാമിമാർ പോകുന്നുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം എനിക്ക് വല്ലാത്ത പ്രശ്നമുണ്ടായി ശാരീരികമായിട്ട്. അതല്പം വല്ലാത്ത നിലയിലായി. പ്രഷർ കൂടി, ഉറക്കോളപ്പൊക്കെ ഉണ്ടായിരുന്നു, പ്രഷർ കൂടി. ന്യൂയോർക്കിലെ ലൈജു പാസ്റ്റർ ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, അദ്ദേഹവും ചിങ്ങവനത്തെ മോൻസിയൊക്കെ ഉണ്ട്, മണർകാട്ടൊരു ബാബുച്ചായനെ. ഇവര് പ്രഷറുമൊക്കെ നോക്കിയപ്പം നന്നായിട്ട് കൂടി. എന്നോട് പറഞ്ഞില്ല, അത് കേൾക്കുമ്പോൾ പിന്നെയും കൂടുമല്ലോ എന്ന് ഓർത്തായിരിക്കും. അപ്പം അവര് അവിടുത്തെ രീതികളല്ലേ, നമ്മൾ മുഖാന്തരം വീട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രയാസം ഉണ്ടാകരുത്. അപ്പൊ അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന്. പിന്നെ ഞാനും അങ്ങ് അതിന് വിധേയപ്പെട്ടു. ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നു പ്രഷറിന്റെ. എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ അന്നേരത്തെ സാഹചര്യത്തിൽ ഇത് സംഭവിച്ചു. അതെന്റെയും കുറവ്. ടാബ്ലറ്റ് എടുത്തു പ്രഷറിന്. എന്തുവാ ടാബ്ലറ്റിന്റെ പേര്? അമ്ലോഡിപ്പിന്. Do you want to give your writing an upgrade? Quillbot for Chrome improves sentences, prevents mistakes, drafts emails, and more. The best part, it works on any website, so you can write better everywhere. Millions of people use Quillbot for Chrome to empower their writing every day. It's the essential AI communication. അവിടുത്തെ കര കുറുകി പോയിട്ടില്ല. അവിടുത്തെ കര സ്പർശിച്ചാൽ നിന്റെ ബന്ധനങ്ങളെ അഴിയും, രോഗാത്മാവ് അഴിയും, രോഗബന്ധനം അഴിയും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് സൗഖ്യത്തിന്റെ ഉറവിടമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് നീ ദൈവത്തിൽ വിശ്വസിക്കേ. ഞങ്ങളുടെ സഭയിലും ഒക്കെ പറയും, ദൈവമക്കളെ വിശ്വാസത്തിന്റെ വാക്കേ പറയാവൂ, നിരാശയുടെയും പരാജയത്തിനും ഒന്നും വാക്ക് പറയരുത്. ഈ നിരാശയും പരാജയവും പറയുന്നവന്റെ കൂടെ കൂട്ടുപിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവനോട് പണം കണ്ട ഇങ്ങനെ കൈ കാണിച്ചേച്ച് അങ്ങ് പോയേക്കണം. വിശ്വാസമില്ലാത്തവന് സായിബാബ കാണിക്കുമ്പോൾ അതേ ഒപ്പുള്ളൂ. അവനോട് കൂടുതൽ ചങ്ങാത്തിന് പോയാൽ നിന്റെ വിശ്വാസവും കൂടെ സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം, നിരാശയുടെ വാക്കൊന്നും പറയരുത്. എന്റെ ദൈവം എന്നെ സഹായിക്കും. ഈ ചില വിഷയങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ്. പിന്നെ ചില വിഷയങ്ങളുള്ളത്, പിന്നെ ഞാനൊരു ചെറിയ സാക്ഷ്യം പറയാം. ചെറുതല്ല, എനിക്കത് വലുതാ, ചിലപ്പോൾ നിങ്ങൾക്കത് ചെറുതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാന് ഒരു 10-25 കൊല്ലമായിട്ട് മരുന്നെടുക്കുകയല്ലായിരുന്നു. മരുന്നൊന്നും എടുക്കത്തില്ല, അങ്ങനെ പ്രതിഷ്ഠയൊന്നും ചെയ്തതല്ല, മരുന്നെടുക്കുകയല്ലായിരുന്നു. അസുഖങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കും, യേശു സൗഖ്യമാക്കും. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലൊന്ന് പോയി. അമേരിക്കയിൽ പോയ വിശേഷമൊന്നും പറയല്ല, നിങ്ങളൊക്കെ അത് പറയാനാ പുള്ളി. അമേരിക്കയിൽ ഇപ്പം നമ്മളെക്കാളും കൂടുതൽ സ്വാമിമാർ പോകുന്നുണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം എനിക്ക് വല്ലാത്ത പ്രശ്നമുണ്ടായി ശാരീരികമായിട്ട്. അതല്പം വല്ലാത്ത നിലയിലായി. പ്രഷർ കൂടി, ഉറക്കോളപ്പൊക്കെ ഉണ്ടായിരുന്നു, പ്രഷർ കൂടി. ന്യൂയോർക്കിലെ ലൈജു പാസ്റ്റർ ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, അദ്ദേഹവും ചിങ്ങവനത്തെ മോൻസിയൊക്കെ ഉണ്ട്, മണർകാട്ടൊരു ബാബുച്ചായനെ. ഇവര് പ്രഷറുമൊക്കെ നോക്കിയപ്പം നന്നായിട്ട് കൂടി. എന്നോട് പറഞ്ഞില്ല, അത് കേൾക്കുമ്പോൾ പിന്നെയും കൂടുമല്ലോ എന്ന് ഓർത്തായിരിക്കും. അപ്പം അവര് അവിടുത്തെ രീതികളല്ലേ, നമ്മൾ മുഖാന്തരം വീട്ടുകാർക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രയാസം ഉണ്ടാകരുത്. അപ്പൊ അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന്. പിന്നെ ഞാനും അങ്ങ് അതിന് വിധേയപ്പെട്ടു. ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നു പ്രഷറിന്റെ. എനിക്ക് മനസ്സിലായിരുന്നു, പക്ഷെ അന്നേരത്തെ സാഹചര്യത്തിൽ ഇത് സംഭവിച്ചു. അതെന്റെയും കുറവ്. ടാബ്ലറ്റ് എടുത്തു പ്രഷറിന്.
എന്തുവാ ടാബ്ലറ്റിന്റെ പേര്? അമ്ലോഡിപ്പിനോ? ആ, തെറ്റിയോ മോനെ? ആ, എടുത്തു. അപ്പം അവിടെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യാം, ഇവിടെ വെച്ചങ്ങ് എടുക്കുക, ഇനി നാട്ടിൽ പോയിട്ട് എടുക്കണ്ട. ടാബ്ലറ്റ് എടുത്തതിൽ മനപ്രയാസം ഉണ്ടെങ്കിൽ നാട്ടിൽ പോയാൽ എടുക്കണ്ട, ഇവിടുന്ന് പോകുന്നത് വരെ അങ്ങനെ. അപ്പം ഞാൻ ആ നിർദ്ദേശത്തിനോട് വഴിപ്പെട്ട് ടാബ്ലറ്റ് എടുത്തു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതങ്ങ് നിർത്തി. അപ്പം അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് കുമളിയിലെ ഒരു ശുശ്രൂഷയ്ക്ക് പോയി. പകലത്തെ യോഗമെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസവും അസ്വസ്ഥതയും. അന്ന് പൂവന്തുരത്തിലെ എബി കൂടെ ഉണ്ട്. ശുശ്രൂഷ കഴിഞ്ഞ് വലിയ പ്രയാസം. വൈകിട്ടത്തെ യോഗം ഇതുപോലൊരു യോഗമാണ്, പ്രസംഗിക്കണം. അപ്പം ഞാൻ തലയ്ക്കെല്ലാം വരുമ്പോൾ കാലുമെല്ലാം പ്രയാസം. അപ്പോൾ അവിടുത്തെ തോമസോട് ഞാൻ പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട്, പോയി നോക്കാൻ. അപ്പം ഞാനിത് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പ്രഷർ കൂടി നിൽക്കുക. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വൈകിട്ട് ഒന്നെങ്കിൽ പ്രസംഗിക്കണമെങ്കിൽ ഒരു ടാബ്ലറ്റ് എടുക്കണം. വീണ്ടും നിർദ്ദേശിച്ചു. ഞാൻ പിന്നെയും അതിന് വഴിപ്പെട്ടു, ടാബ്ലറ്റ് എടുത്തു. പിന്നീട് ഡോക്ടർമാർ നിർദ്ദേശിച്ചു നിർത്താനൊക്കത്തില്ല. സത്യം പറഞ്ഞ എനിക്ക് വലിയ മനപ്രയാസമായി. ദൈവമേ, ഇതെന്നും ഇത് കഴിക്കണമല്ലോ. ഞാനും അങ്ങ് ഭാരപ്പെട്ടു. എന്തായാലും ഇങ്ങനെ പ്രാർത്ഥിച്ചു. ചില കാര്യം ഗുണത്തിനാന്നായി പറഞ്ഞത്. ഈ ഒരു 5-8 മാസം മുമ്പ് ശുശ്രൂഷയോടും ജീവിതത്തോടും ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. അന്നേരം എൻ്റെ പ്രഷർ നോർമലായി. ഞാനിപ്പം 8.5 മാസമായിട്ട് ടാബ്ലറ്റ് എടുക്കുന്നില്ല. സാധാരണ പ്രശ്നങ്ങൾ വരുമ്പം പ്രഷർ നോർമൽ ആവുക എന്നോ നിങ്ങൾ പറ, എനിക്കെന്നാ കൂടാതെ? സ്തോത്രം, ദൈവകൃപയാൽ. ഞാൻ ചെറിയ കാര്യമായി പറയാണ്, കൃപ. അപ്പൊ എനിക്ക് ഈ പ്രശ്നം വന്നത് എനിക്ക് ഗുണമായി. ടാബ്ലറ്റ് അങ്ങ് നിന്നല്ലോ. നിന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നത് നന്മയ്ക്കാണ്. നന്മയ്ക്കാണെന്ന്. ഇന്നലെ വൈകുന്നേരം ഒരു ചെറിയ പ്രയാസം പോലെ ഞാൻ തന്നെയും പ്രഷറാണ്. പെട്ടെന്ന് നോക്കിയപ്പം 121/80. കൂടുതലാണോ കുറവാണോ? നോർമൽ. ഇനി മുൻപോട്ടെല്ലാം നോർമലാണ്. സ്തോത്രം. ഇതിന് ദൈവകൃപ എന്ന് പറയും. ഇത് ദൈവകൃപയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരോട് പറയാൻ, ചില പ്രശ്നങ്ങൾ വരുന്നത് നിനക്ക് നന്മയ്ക്കാണ്. ചില പോരാട്ടങ്ങൾ വരുന്നത് നിനക്ക് നന്മയ്ക്കാണ്. ചില വൈതരണികൾ വരുന്നത് നിനക്ക് നന്മയ്ക്കാണ്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പിറുപിറുക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. എല്ലാം നന്മയ്ക്കാണ്. അല്ലെ, അവിടുത്തെ ബിൽഡിംഗ് ഇങ്ങോട്ട് മാറിയത് നന്മയ്ക്കാണ്. നന്മയ്ക്കാണ്. എല്ലാം നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നിരാശപ്പെട്ടു പോകരുത്. നിന്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചതെല്ലാം നന്മയ്ക്കാണെന്ന്. ദോഷമായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. എന്തായാലും കൊള്ളാം. കാറ്റിനെ ശാസിച്ച് അടക്കി പടക് മറുകര അടുത്തു. യേശു കടന്നിരുന്നു. ആ ഭൂതഗ്രസ്തന് വിടുതൽ കിട്ടി. അവനെ പറ്റി എഴുതിയേക്കുന്നത്, അവനെ മനുഷ്യരെ കൂടുന്നിടത്തൊന്നും അധികം കൂടുകയല്ലായിരുന്നു. കല്ലറയിലും പാറയുടെ ഇടയിലും ഒക്കെയാ. അവനെ തന്നെത്താൻ കല്ലെടുത്ത്
ചതച്ചെന്ന 5:5 വായിച്ചേ. അവൻ രാവും പകലും ആ, കല്ലറകളിലും മലകളിലും അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു. ഞാൻ വചനത്തിന്റെ ഒരു കാര്യം പറയാം. ഈ ഭൂതം പിടിച്ചവന്റെ ലക്ഷണം കണ്ട തന്നെത്താൻ ചതക്കുക. ഈ ഗുണപ്പെട്ടവനും ഗുണപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടതയും പരുക്കളും വടുക്കളും ഒക്കെ വന്നപ്പോൾ ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണം എടുത്ത് ചുരണ്ടുക. എന്നാൽ മർക്കോസ് 5-ലുള്ളവന്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പം അതായി ഗുണപ്പെട്ടവനും ഗുണപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസം. എന്റെ ഭാഷയിൽ പറയുക, ഗുണപ്പെട്ടവൻ ചൊറിഞ്ഞു, ഗുണപ്പെടാത്തവൻ തന്നെത്താൻ ചതക്കുക. ഞാൻ പറയാനുണ്ട്, ചില മനുഷ്യനല്ലേ ഈ കുടുംബജീവിതത്തിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരും. അപ്പൊ ചില വീടുകളില് ഭർത്താവിനെ തല്ലാൻ ഒക്കാത്തതിന് ഭാര്യ തന്നെ അങ്ങ് അങ്ങനല്ലേ പുള്ളിക്കിട്ടാ കൊടുക്കേണ്ടത്, എന്നാൽ ഒക്കത്തില്ലല്ലോ അതിന്. അല്ല, മേടിക്കുന്നവരും ചിലപ്പോ കണ്ടെന്ന് വരാം. അവര് പറയുമൊന്നും വേണ്ട, ദൈവം വിടുവിക്കട്ടെ. അല്ലാതെ ഇപ്പം ഞങ്ങളുടെ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മ പറഞ്ഞു, അമ്മ തല്ലി മേടിക്കാം. അപ്പൊ അമ്മയോട് ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു, അമ്മച്ചി ചിലരെ തല്ലിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നല്ലോ. എന്ന് പറയാം, എൻ്റെ അച്ഛൻ ഒഴിച്ച് ആരെന്നെ അടിച്ചാലും തിരിച്ചടിക്കുമെന്ന് എന്നോടാ പറഞ്ഞേ. അപ്പൊ പിന്നെ ആരൊക്കെ അടി മേടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ. ഇത്ര അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒഴിച്ച് എന്നെ ആര് തല്ലിയാലും ഞാൻ തിരിച്ചടിക്കും. അപ്പം ആരൊക്കെ അടി മേടിച്ചിട്ടുണ്ടെന്ന് സാമാന്യ ബുദ്ധിയിൽ നമ്മൾ അതെ. അപ്പൊ തന്നെത്താൻ ഇങ്ങനെ ഇടിക്കുന്ന സഹോദരിമാർ, അത് ഞാൻ പറയാനുണ്ട് സഹോദരന്മാരോട്. അങ്ങനെ ഭാര്യ തന്നെത്താൻ അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ പരിജ്ഞാനത്തോടെ പറയണം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി. അങ്ങനെ പറയാം. അല്ല, അവള് നെഞ്ചിലിട്ട് ഇടിച്ചെന്നൊന്നും കയറി വളരെ പരിജ്ഞാനത്തോടെ പറഞ്ഞാൽ മതി, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ മർക്കോസ് 5 നിറവേറി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാകും എന്തുവാ സംഭവിച്ചെന്ന്. അതിനനുസരിച്ച് പ്രാർത്ഥിച്ചോളാം. തന്നെത്താൻ ചതയ്ക്കുക, അത് പിശാചാണ്. ഈ ശരീരം ദൈവത്തിൽ നിന്ന് ദാനമാണ്, മന്ദിരമാണ്. ഇതിനെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കാൻ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളാൽ ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഒരു ദൈവവൈതൽ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടല്ല ജീവിക്കേണ്ടത്, വേർപാട് പാലിച്ച് ജീവിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം. വൈകിട്ട് നിങ്ങൾ പകുതി പേരെങ്കിലും വരികയല്ലേ? എന്നാ വൈകിട്ടാട്ടെ. സ്തോത്രം. ഒട്ടനാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ. വൈകിട്ട് നമുക്ക് പിന്നെയും വചനം ധ്യാനിക്കാം. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, ഈ ശരീരം നമുക്ക് ദൈവം തന്നതാ. ഇതിനെ നശിപ്പിക്കരുത്. മദ്യപിച്ചതിനെ നശിപ്പിക്കരുത്. ലഹരി പദാർത്ഥത്തിന് അടിമപ്പെടുത്തി നശിപ്പിക്കരുത്. മറ്റ് പാപകൃതികൾ കേൾപ്പിച്ച് നശിപ്പിക്കരുത്. ലോകമോഹങ്ങൾക്ക് അവൻ കൊടുത്തതിനെ നശിപ്പിക്കരുത്. ഞാൻ ദൈവമക്കളോട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശ എടുക്കുന്നവരോട് പറയും, വലിയ വെച്ചുകെട്ടും ഏച്ചുകെട്ടും ഒന്നും ഇല്ലാതിരിക്കുന്നതാ നല്ലത്. മനസ്സിലായോ? വലിയ വെച്ചുകെട്ടൊന്നും കമ്മലുമാല ഊരിയത് മണ്ടത്തരമൊന്നുമല്ല. ആണോ? അങ്ങനെ ഭാരമല്ലോ ഉണ്ടോ? അബദ്ധമൊന്നുമല്ല. അബദ്ധമൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, അയാൾ പയ്യെ
അല്ലല്ല, ഞാനിതൊന്നും ഊരിക്കാൻ വന്ന ആളല്ല. അങ്ങനെയുള്ള കൃപ എനിക്കും ഇല്ല. പക്ഷെ ദൈവവചനം കേൾക്കുമ്പോൾ കമ്മലുമാലയെ മാത്രമല്ല വിഷയം, വിലയേറിയ വസ്ത്രവും ലോകമോഹങ്ങൾ, ഇമ്പങ്ങൾ, ആഡംബരം, അതൊക്കെ വചനം കേൾക്കുമ്പോൾ അവനവൻ തീരുമാനിച്ചെടുക്കേണ്ട കാര്യമാണ്, വേറെ ആരും ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല. സ്തോത്രം. ഒരു കാര്യം പറയാ, വലിയ വെച്ചുകെട്ട് വേച്ചുകെട്ടുമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവൻ ഈ മനുഷ്യനെ അവൻ യേശു വിടുതൽ കൊടുക്കുക. യേശു ഇവന്റെ അടുക്കൽ ചെന്ന് അവന്റെ ആ പൈശാചിക ശക്തിയെ മാറ്റി ഈ പിശാചി വിട്ടുപോയപ്പോൾ അവിടെ ഒരു വാക്യം എടുത്തിട്ടുണ്ട്, ലഗ്യോൻ പോയ മനുഷ്യൻ സുബോധം. എങ്ങനെ എഴുതിയേക്കുന്നേ? സുബോധം. പിന്നെ ഒരു പദവും കൂടെ ഉണ്ട്, സുബോധമുള്ളവനായി. അല്ലല്ല, അവിടെ പറഞ്ഞതാ, സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചു. അപ്പം ഭൂതം കേറിയ കാലത്ത് എങ്ങനെ ആയിരുന്നു ജീവിതം? വസ്ത്രം ഒട്ടുമില്ലായ്മ ഒന്നും കാണുകയല്ല. ഈ യോഗ്യമായിട്ടും മാന്യമായിട്ടും വസ്ത്രം ധരിക്കാത്തപ്പോ ഓർത്തോണം എന്തുവാ? അതാ കറക്റ്റ് ആൻസർ. ആരാ പറഞ്ഞു? അങ്ങനെ തന്നെ മൈക്ക് കൂടെ ഒന്നുകൂടെ പറയണം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മൈക്ക് കൂടെ ഒന്നുകൂടെ പറയണം. ലഗിയോൻ ബാധിച്ച് യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ലഗിയോൻ ബാധിച്ചവരായിരിക്കും. ലഗ്യോൻ പോയപ്പോൾ വസ്ത്രം ധരിച്ച് സുബോധമുണ്ടായി. അത് ദൈവദാസന്മാരാന്നേലും ദൈവമക്കളാന്നേലും ഏത് കൊലകമ്പനാന്നേലും യോഗ്യമായിട്ട് മാന്യ ഇതുപോലൊന്നുമുള്ള കാര്യം അല്ലീ പറഞ്ഞത്. ഇത് ചെല്ലി ആരാ ചോദിച്ചത്? എന്തിനായിട്ട്? ആരാ ചോദിച്ചത്? മോണാന്ന് ചോദിച്ചത്. പണ്ട് ഞാന് ഡൽഹി ചെന്നപ്പം ഞങ്ങളുടെ ഒരു ആചാര്യന് ഉഷ്ണമുള്ള സമയമാണ്, വിശറി കൊണ്ട് വീശി. ഞാൻ അപ്പൊ ഇത് മടക്കുന്നതാണ്. അപ്പൊ വിശറിയാണെന്ന് അറിയത്തില്ലായിരുന്നു എനിക്ക്. ഞാൻ ചോദിച്ചു ഇതെന്തുവാ? ഇത് കാണിക്കാന്ന് പറഞ്ഞ പുള്ളി ചെറു നീളമുണ്ട്. അപ്പൊ പുള്ളി ഉടനെ പറയാ. ഞാൻ ചോദിച്ചു ഇതെന്നാ നിയമം? വീശാം, വിരിക്കാൻ, കൊടയായി പിടിക്കാൻ, കാശിക്ക് പോകാം, വടികുത്തി നിൽക്കാം. പല ഗുണമുണ്ടെന്ന് എന്ന് പറഞ്ഞതുപോലെ ഇതിനൊത്തിരി ഗുണമുണ്ട്. ഈ ചിലരൊക്കെ ഈ ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ ഇത് തലയെ തുണി ഇടുകയല്ല. അപ്പൊ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഓരോരോ പ്രയോജനം. ഇപ്പം കുറെ പെണ്ണുങ്ങള് ശുശ്രൂഷയിടുന്നത് തലയിലൊന്നും തുണി ഇടുകയല്ല. പിട്ടിതൻ പേര് പറയണോ? വേണ്ട. സിസ്റ്ററും ബ്രദറും നിന്നങ്ങ് പിള്ളേരുടെ ഭാഷ പറഞ്ഞ വീശുക. സ്ത്രീ മൂടുപട വിട്ട് വേണം പ്രാർത്ഥിക്കാനും പ്രവചിക്കാനും ശുശ്രൂഷിക്കാനും. നിനക്ക് തലേ തുണി ഇടുന്നില്ലേ, നിനക്ക് ഭൂതമാ. ലൈവാന്ന് ഏത് കുന്തമാന്നല്ല എനിക്കെന്നാ പഴമില്ല. സഹോദരിമാര് തലേ തുണി ഇടണമെന്ന് പ്രാർത്ഥിക്കുമ്പോ ഇല്ലേ, നിനക്ക് ഭൂതം തന്നെ. നിനക്ക് ഭൂതമാണ്. സ്തോത്രം. നിങ്ങള് ചില മാന്യ സഹോദരിമാരെ ശ്രദ്ധിച്ചേ, നല്ല ദൈവകൃപയുള്ള സഹോദരിമാരെ, പരിശുദ്ധാത്മാവ് എത്ര ശക്തിയോടെ നൃത്തം ചെയ്താലും മൂടുപടം മാറിയ അന്നേരം അറിയാം. സ്തോത്രം. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മൂടുപടമൊക്കെ ഇട്ട് യോഗ്യമായിട്ട് ചിലടത്ത് ചെന്ന പാട്ടുകാർക്ക് മൂടുപടം ഇല്ല.
നിന്നങ്ങ് ചീസ്. ചുമ്മാ പാട്ട് പിടിച്ചതിനല്ല, ഭൂതമാകുന്നതിനല്ല. മൂടുപടം മസ്റ്റായിട്ടിട്ടിരിക്കണം. ദൈവസന്നിധി മുടങ്ങാനും എടുക്കുമ്പോൾ സഹോദരിമാര് മൂടുപടം ഇട്ടേ ഒക്കൂ. അത് വേദപുസ്തകത്തിന്റെ പ്രമാണം അതാ. ദൂതന്മാരുടെ അധീനാത ലക്ഷ്യം ഉണ്ടാകരുത്. പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഷാൾ ഇടുന്നതിന്റെ ഒരു കാര്യം അതാ. ഇനി വൈകിട്ട് ബാക്കി 2 കാര്യം പറയാം. അങ്ങനെ പറയുള്ളൂ. പിന്നെ എല്ലാം കൂടെ പറയത്തില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഞാൻ മംഗളവും മനോരാജ്യവും ഒക്കെ വായിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നത് അപ്പൊ അതിനകത്ത് ഈ പിന്നെ എന്തുവാ അതാ തുളസി കയറുമായിട്ട് നടന്നു നീങ്ങി ബ്രാക്കറ്റിൽ അടി തുടരും. നമുക്കിവന് തുളസിക്ക് എന്നാ പറ്റിയോ ഇല്ലേ? നമ്മുടെ പേപ്പറാണ് തുളസിക്ക്. ഇത് എഴുത്തുകാരൻ 8 മാസം മുമ്പ് എഴുതി വെച്ചേക്കാ തുളസിക്ക് എന്നാക്കെ പറ്റിയെന്ന്. നമുക്കൊരാഴ്ചയായിട്ട് ഉറക്കവുമില്ല, ഊണുമില്ല, ഭക്ഷണം കഴിക്കാൻ മേല. 2 രൂപ അത്യാവശ്യം നമുക്ക് വീട്ടു സാധനം മേടിക്കേണ്ടതാ. അതും മേടിച്ചില്ല. പിറ്റേ ചൊവ്വാഴ്ച നേരെ തങ്കപ്പന്റെ കടയിൽ ഓടിച്ചെന്ന് മംഗളം പെട്ടെന്ന് മറച്ചു. ഈ 2 കാര്യത്തിനാ. ഒന്ന് ഇതും നോക്കും, പിന്നെ ഏറ്റവും പുറകിലത്തെ പേജ് നോക്കാറുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ നാള് മിത്ര നമ്പൂതിരിപ്പാട് ആർക്കും ഒന്നും അറിയാൻ മേല. കൊള്ളാം. നീ ഇന്നലെ നോക്കിയാച്ചായിരുന്നത്. പിന്നെ ഇപ്പൊ ഒന്നും അറിയാൻ മേല. അപ്പം മംഗളം മേടിച്ച് നോക്കിയപ്പം ശ്രീധരൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മള് ഒരാഴ്ച വെള്ളം കുടിക്കായിരുന്നത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവമക്കൾ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കണം. വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും പാപം. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത് യോഗ്യമായിരിക്കണം. അവിടെ ഞാൻ ഇന്ന് അങ്ങനെ പറഞ്ഞങ്ങ് വിടുക. എന്തായാലും ഭൂതം വിട്ടുപോയപ്പോ ഈ മനുഷ്യന് സുബോധമുണ്ടായി. അവൻ വസ്ത്രം ധരിച്ചു. അവന് വിടുതൽ കിട്ടി. അത് കഴിഞ്ഞ് യേശു ഇക്കരയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ച വിഷയമാണ് ഈ ആയിറോസിന്റെ ആ പള്ളിപ്രമാണികളുടെ വീട്ടിലോട്ട് പോകുക. പള്ളിപ്രമാണികളുടെ മകൾക്ക് സ്തോത്രം ദീനം കഠിനമായി. വരുന്ന വഴിക്ക് വേറൊരു സഹോദരിയെ യേശു സൗഖ്യമാക്കി. അതൊന്നും വിവരിക്കുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടിക്ക് വിടുതല കൊടുക്കുവാനായിട്ട് യേശു കടന്നു വരുന്ന സമയത്ത് ഒരു വ്യക്തി ഓടി വന്ന് പറയുക, ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തേണ്ട, ബാല മരിച്ചുപോയി. അവിടെ എഴുതിയിരിക്കുന്നത് യേശു ആ വാക്ക് കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞാൽ, യേശു ചില വാക്കുകളും ചില വിഷയങ്ങളും കാര്യമാക്കിയില്ലെങ്കിൽ ദൈവവൈതലെ നീയും കാര്യമാക്കണ്ട. നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. അവൻ ബാല മരിച്ചു പോയെന്നുള്ളത് യേശു കാര്യമാക്കിയില്ല. കാരണം കർത്താവിനറിയാം, അവിടുന്ന് ചെന്ന് കഴിയുമ്പോൾ മരിച്ചവർ ഉയർത്തും. അവൻ ജീവന്റെ ഉടയവനാ കടന്നു ചെല്ലുന്നത്. അവൻ ജീവനായകനാ. അവിടുന്ന് രക്ഷാനായകനാ. അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനാ. ഇന്ന് പകൽവേളയിൽ ദൈവത്തിന്റെ പൈതലെ ഡോക്ടർമാര് ചിലപ്പോൾ വീതി കെടുതിക്കാനും മരിച്ചെന്ന്. ഇനി രക്ഷപ്പെടത്തില്ല, ഇനി വിടുതലില്ല. പക്ഷേ ജീവന്റെ ഉടയവൻ, ജീവനായകൻ നിന്റെ വീട്ടിൽ വന്നാൽ അവൻ മരിച്ചവർ എഴുന്നേൽക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തി അവിടുന്ന് ജീവനായകനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഞാൻ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് യേശു കാര്യമാക്കിയില്ല. എന്താണെന്നറിയോ? ബാല മരിച്ചുപോയി. അവിശ്വാസത്തിന്റെ, നിരാശയുടെ, പരാജയത്തിന്റെ വാക്കൊന്നും നീ കാര്യമാക്കരുത്. നീ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. നീ വിശ്വാസത്തിന്റെ വാക്ക് പറ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് മരിച്ചുപോയി രക്ഷപ്പെടുകയല്ല. ഇങ്ങനെയുള്ള വാക്കൊന്നും കാര്യമാക്കരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നീ മരിക്കത്തുമില്ല, നശിക്കത്തുമില്ല,
മുടിഞ്ഞും പോകുകയല്ല, തകർന്നും പോകത്തില്ല. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ആദരിക്കും. ഒരു അപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നിന്നെ ആദരിക്കും. ചില വാക്കൊന്നും നീ കാര്യമാക്കണ്ട. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഉപ്പാപ്പൻ പറഞ്ഞു, ഇയാള് പെന്തിക്കോസിലല്ലയോ? ഞാൻ പറഞ്ഞു പെന്തിക്കോസ് മുടിഞ്ഞു പോവുകയേ ഉള്ളൂ. ഞാൻ സ്തോത്രം പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞ് ഉപ്പാപ്പനെ എന്നെ കണ്ടപ്പം പറഞ്ഞു, ഇയാളെ ഞാൻ അനുഗ്രഹിക്കുന്ന കണ്ടിട്ട് എനിക്കും അങ്ങ് തോന്നില്ല. എന്നാലും ഞാൻ സ്തോത്രം പറഞ്ഞു. പിന്നെ അവസരം കിട്ടിയപ്പോൾ ഉപ്പാപ്പനോട് സുവിശേഷമൊക്കെ പറഞ്ഞു, പക്ഷെ രക്ഷിക്കപ്പെട്ടില്ല. പുള്ളി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. ദുഃഖമുണ്ട്, അറ്റാക്ക് ആയിരുന്നു ഒരു ദിവസം രാവിലെ. ഇപ്പോഴും മനോദുഃഖമുണ്ട്. സുവിശേഷമൊക്കെ ഞാൻ പറഞ്ഞുതരാം. പുള്ളി ഇങ്ങോട്ടും പറഞ്ഞത് എനിക്കും അങ്ങ് തോന്നുക. ഞാൻ ഇന്നാളും ചർച്ചിൽ പ്രസംഗം പറഞ്ഞു, പുള്ളി തോന്നിയതേ ഉള്ളു, ഇറങ്ങിയില്ല. പക്ഷെ ഞാൻ തോന്നിയപ്പോഴേ ഇനി ഇറങ്ങി. നീ തോന്നുമ്പോഴേ അങ്ങ് ഇറങ്ങണം. നീ തോന്നിയിരുന്ന എന്റെ ഉപ്പാപ്പന്റെ ഗതി വരും. രക്ഷിക്കപ്പെടാൻ തോന്നുമ്പോ അങ്ങ് രക്ഷിക്കപ്പെടണം. ജഡരക്തങ്ങളോടൊന്നും ചോദിക്കണ്ട. സ്നാനപ്പെടാൻ തോന്നുമ്പോ സ്നാനപ്പെട്ടോണം. ജഡരക്തത്തോടൊന്നും ചോദിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന് തീരുമാനമെടുക്കാൻ തോന്നുമ്പം അങ്ങ് ഇറങ്ങിക്കോണം. ആരോടും ചോദിക്കണ്ട. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ നേരത്തെ പാസ്റ്ററിനോട് പറഞ്ഞു, സാക്ഷ്യമൊക്കെ പറയണം, വൈകിട്ടാകട്ടെ. സ്തോത്രം. ബൈബിൾ സ്കൂളിൽ പോകാൻ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഒന്നുമില്ല, വീട്ടിൽ വലിയ പ്രശ്നമാണ്. വളരെ ഭാരപ്പെട്ടു, പ്രാർത്ഥിച്ചു. അന്ന് ഇരുന്ന, ചുരുക്കി പറയാം, അന്നിരുന്ന പാസ്റ്റർ ഒരു 10 ബുക്ക് മേടിച്ചു തന്നു. പാസ്റ്ററുടെ ഭാര്യ 33 വർഷം മുമ്പാ ഒരു കുപ്പി എണ്ണ തലയെ പെരട്ടാൻ എണ്ണ മേടിച്ചു വന്നു. എണ്ണയുടെ ചരിത്രം ബൈബിൾ സ്കൂളിൽ ചെന്ന് 2-3 ആഴ്ചയൊക്കെ ഈ ഒരു കുപ്പി എണ്ണ ഉപയോഗിച്ചു. പിന്നെ എണ്ണയില്ല, മേടിക്കാൻ കാശും. പിന്നെ ഞാൻ തീരുമാനിച്ചത് എണ്ണ തേക്കുന്നില്ലെന്ന്. ഇപ്പൊ അങ്ങനെ എണ്ണ തേപ്പൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഓ, പിന്നെ ഈ ബൈബിൾ സ്കൂളിൽ പോകുമ്പം അത്യാവശ്യം സാധനമൊക്കെ കൊണ്ടുപോകണമല്ലോ. അധികം സാധനങ്ങളൊന്നും ഇല്ല, പെട്ടി മേടിക്കാൻ കാശില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിലെ ഒരാള് ഒരു പെട്ടി തന്നു. പഴയ പെട്ടി എന്നാലും തന്നു. അത് പെട്ടി ഞാൻ തുറക്കുമൊന്നും വേണ്ട, അങ്ങോട്ട് വെച്ച ഉടനെ അങ്ങ് തുറന്നോളൂ. എന്നാലും തന്നു. പിന്നെ എന്തിനേറെ ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് ഇപ്പോഴും ഓർക്കുന്നു. സഭായം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉച്ച കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ പെട്ടിക്കകത്ത് അത്യാവശ്യം 1-2 സാധനങ്ങൾ, വേറെ ഒന്നുമില്ല, വേറെ ഡ്രസ്സുകളൊന്നുമില്ല. എന്നാലും സുവിശേഷ വേലയ്ക്ക് സമർപ്പണമായി. വലിയ പ്രശ്നങ്ങളാവുമെന്ന് ഞാൻ വിവരിക്കുന്നില്ല. പെട്ടി എടുത്തോടെ തന്നെ പ്രാർത്ഥിച്ചിറങ്ങി. പ്രാർത്ഥിക്കാൻ പെന്തിക്കോസുകാരെ അവിടെ കയറ്റി എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാനും ഇറങ്ങി. വീട്ടിൽ വലിയ പ്രശ്നമാണ്. ഇന്നത്തെ പോലെ ഓർക്കുന്ന പെട്ടിയായിട്ട് ഞാൻ ബൈബിൾ സ്കൂളിൽ പോകാൻ ഇറങ്ങി. പൈസയൊന്നും കയ്യിലില്ല, ഇല്ല. എന്നാലും ഒരു വിശ്വാസം ദൈവം തരുന്നതാ കേട്ടോ. അപ്പം കാവാലത്ത് ഞങ്ങളുടെ CMSCT ബോട്ട് വേണം ചങ്ങനാശ്ശേരി വരാൻ. അവിടുന്ന് പിന്നെ പാകത്താനത്ത് പാതിയപ്പള്ളി കുഞ്ഞാറച്ചൻ നടത്തുന്ന ബൈബിൾ സ്കൂളില്. അപ്പം എൻ്റെ ഈ പൈസയൊന്നുമില്ല. ഏതായാലും പെട്ടിയായിട്ട് ബോട്ട് കെട്ടി വന്നപ്പം ഞങ്ങളുടെ സഭയിലെ കൂടുന്നൊരു അമ്മാമ്മ, അവരെ PDA പോകാനായിട്ട് വരിക. അപ്പം എന്നോട് ചോദിച്ചു, മോൻ ഇന്ന് ബൈബിൾ സ്കൂളിൽ പോവായിരിക്കുമോ? ഞാൻ പറഞ്ഞു പോവുക. ദൈവം അനുഗ്രഹിക്കും. ഞാൻ ഓർത്ത് തള്ള 10 രൂപ തരുമെന്നാ ഓർത്തെ. ഞാൻ ചോദിച്ചു, അമ്മാമ്മ എവിടെ പോകുന്നു? ഞാൻ PDA പോവാന്ന് പറഞ്ഞു. എന്നാ ആട്ടെന്ന് പറഞ്ഞു. नकली फिल्टर्स अस्सल आजार देऊ शकतात. म्हणूनच निवडा ॲक्वागार्डची जेन्युइन सर्व्हिस आणि फिल्टर्स नेहमी. पण माहीत कसं पडणार फिल्टर अस्सल आहे की नकली? मॅडम, QR कोड आहे ना, हा स्कॅन करा, माहीत पडेल. वा, पाणी साफ तर कुटुंब सेफ. അപ്പം നോക്കിയപ്പം ലിസിയോയിൽ നിന്ന് ബോട്ട് വിട്ടു. അടുത്തത് CMSCT ബോട്ട് എടുക്കണം. എൻ്റെ ഈ പൈസ ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം
ആ പീഡിയയിലെ ഒരച്ചായനുണ്ട്, പുള്ളിയോടൊരു ഇച്ചിരി പൈസ മേടിക്കാം എന്നോർത്താ വന്നത്. അവിടെ വന്നപ്പം കേട്ടു പുള്ളിയുടെ ഭാര്യയുടെ വീട്ടിലോട്ട് പുള്ളി കട പൂട്ടി വെച്ച് പോയി. അത് പാലായിലെങ്ങാണ്ട. ബോട്ടും വരുന്നു. ആ ബോട്ട് പോയാൽ പിന്നെ ഉടനെ ബോട്ടുമില്ല. ഇവിടെ അന്നേരം ഈ സഹോദരി പീഡിയെ പോകാൻ വരുന്നു. അപ്പൊ ചിന്തിച്ചെന്നാ ഇവര് ബോട്ട് കൂലിക്കുള്ളത് തരുമെന്നൊരു ചിന്ത, കാരണം സഭയിലുള്ളതല്ലേ. അവര് പറഞ്ഞു ദൈവം അനുകരിക്കുമെന്ന് പറഞ്ഞു പോയി. എന്നിട്ട് ദൈവത്തിന്റെ ഒരേ നടത്തിപ്പ് ഇവര് 2 വളവ് കഴിഞ്ഞ് എന്ന് വെച്ച് ഇവര് വീണ്ടും തിരിച്ചു വന്നേച്ച് പറഞ്ഞു, മോനെ ഞാൻ അങ്ങോട്ട് പോയിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഇന്നാ ഈ 50 രൂപ ഇരിക്കട്ടെന്ന്. 50 രൂപ. അയ്യോ, അന്ന് 50 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നൊരു 5000 രൂപയുടെ വില അല്ല, അത് കൂടുതലാണ്. 50 രൂപ കിട്ടിയപ്പോ നമ്മൾ അംബാനിയെ പോലായി. പിന്നെ ബോട്ടൊക്കെ വന്നപ്പോ നല്ല റെഡിയായിട്ട് നിന്നു. ഓട്ടോ കയറി ടിക്കറ്റ് എടുത്ത് ചങ്ങനാശ്ശേരി വന്നിറങ്ങി. ഓട്ടോ കൂലി കൊടുക്കണം, അത് ഓട്ടോ വേണ്ട, നടന്നു. അപ്പം ഈ 50 രൂപയുടെ ബാക്കിയുണ്ടല്ലോ, ഇപ്പോഴും ഓർക്കുന്ന തലയിണയില്ല, പായില്ല, ബെഡ്ഷീറ്റ് ഇല്ല, ഒന്നുമില്ല. എന്തായാലും അങ്ങ് പോവുക. അപ്പൊ ഞാൻ ബുദ്ധിയോടെ, അന്നും ഒരു ചെറിയ ബുദ്ധിയൊക്കെ ഉണ്ട്, നിങ്ങളുടെ അത്ര ഒന്നുമില്ല. അപ്പം ഇപ്പോൾ ഓർക്കുന്നത് 42 രൂപയ്ക്ക് ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു. 42 രൂപ ഒരു ബെഡ്ഷീറ്റ്. അത് വലിയ ബെഡ്ഷീറ്റാണ്. അതുമായിട്ട് വന്ന് പൈസ്കൂൾ ഞാലി വഴി വന്നിറങ്ങി ഒരു നാരങ്ങാ വെള്ളം കുടിച്ചു. പോയിട്ട് ഞാൻ പൈസ്കൂളിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ 75 പൈസ ഉണ്ട്. അധികം ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ഈ ബെഡ്ഷീറ്റിന്റെ ഒരു ഭാഗം വിരിക്കും, ഒരു ഭാഗം കൊണ്ട് പുതയ്ക്കും. പിന്നീട് പാ കിട്ടി, ആ ചരിത്രമൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അത് ഗുണമായി. അതുകൊണ്ട് ആ സമയങ്ങളിലൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കാനിടയായി. കാരണം ഈ സിമെന്റ് തറയായതുകൊണ്ടേ. പിന്നീട് പായൊക്കെ കിട്ടി. ഫസ്റ്റ് ഇയർ എല്ലാം താഴെയാ കിടക്കുന്നത്. സെക്കൻഡ് ഇയറിൽ ചിലർക്കും തേർഡ് ഇയറുകാർക്കൊക്കെ കട്ടിലുണ്ട്, ചിലർക്ക് തറയല്ല. എൻ്റെ കൂടെ അന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു മോഹനാർ പോള്. ഞങ്ങൾ രണ്ടും കൂടെ, ഞങ്ങൾക്ക് ഉറക്കമില്ല. മിക്ക ദിവസവും എല്ലാ ദിവസവും ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കും. അതെല്ലാം ഗുണമായി. നിന്റെ ജീവിതത്തിൽ ചില വിഷമതകൾ വരുന്നത് നിനക്ക് നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്. ഒരു ചെറിയ അനുഭവം കൂടെ തെറ്റിദ്ധരിക്കരുത്, മറ്റു രീതിയിൽ ചിന്തിക്കരുത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ആ സൈഡ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്, വലിയ ജനല. അപ്പം മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക സാറ്. ഞാൻ ജനലിന്റെ സൈഡിൽ ഇരുന്ന് സാറ് നളചരിതം പഠിപ്പിക്കുക. ഞാൻ അന്നേരം നേരെ വെളിയിലോട്ട് നോക്കി, വിമാനം പോകുന്നു. സാറ് നളചരിതം എടുക്കുക. സാറ് കണ്ടു, എഴുന്നേക്കണമെന്ന് പറഞ്ഞു. എഴുന്നേറ്റു. അന്നത്തെ സാറന്മാരൊക്കെ അടിക്കും, അത് നല്ലതാ. ബെഞ്ചെ കയറ്റി നിർത്തി. ഇന്നാളത്തെ സാറ് അടിച്ചതുപോലെ അല്ല, അത് സാറ് തന്നെ അടിച്ചത്, അല്ല സാറ് അടിപ്പിക്കുകയല്ലായിരുന്നു. അടിച്ചു. നളചരിതം എംബോസിഷൻ എഴുതാൻ പറഞ്ഞു. 101 പ്രാവശ്യം. വിമാനം കണ്ടോ? അതുമില്ല. എരപ്പല്ലാതെ അതിനകത്തിരുന്ന് അങ്ങനെ വിമാനം കാണുന്നേ. അടിയും കൊണ്ട് ആദ്യം ക്ലാസ്സിന് വെളിയിൽ ഇറക്കി 101 പ്രാവശ്യം. അപ്പൊ സാറ് നന്നായിട്ട് പഠിപ്പിക്കാം. ചിലതൊളി ജങ്കാരം ചെവികളിൽ അങ്കാരം കോകില കൂജിതങ്ങൾ കൊടിയ കർണശൂലങ്ങൾ കുതുമതൗരപന്നാസ കുകരസരസൈരിപം അതിദുഃഖ കാരണം ഇന്നാരാമതഞ്ചാരണം മിന്നൽ കൊടി ഇറങ്ങി വരികയോ വിധുമണ്ഡലമിറങ്ങിക്ഷിതിയിൽ പോരീകയോ സ്വർണവർണ്ണമാ അന്നം പറന്നിങ്ങി വരികയോ കണ്ണുകൾക്ക് നല്ല വിയൂക്ഷരികയോ ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമിതോന്നുമാറും മന്ദം നടന്നാൽ അതപതമയന്തി ആളിമാരോട് വേറിട്ടങ്ങത വിടുതല എന്ന പ്രൗഢനൂജേ സകാശം. ഇതാ പഠിപ്പിച്ചത്. അന്നേരം ഞാൻ വെളിയിലോട്ട് വിമാനം അടിയും തന്ന് വെളിയിൽ നിർത്തി എംബോസിഷൻ. വിമാനം കണ്ടോ? അത് പക്ഷെ നന്നായിട്ട് അത് പഠിച്ചു.
ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞ് ഞാൻ ചൊല്ലിയ കണ്ടോ? 101 പ്രാവശ്യം എഴുതി എൻ്റെ ഊപ്പാട് വന്ന പഠിച്ചു. ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം. എൻ്റെ ചെറിയ സാക്ഷ്യമാ, തെറ്റിദ്ധരിക്കരുത്. അന്ന് വിമാനം കാണാനായിട്ടൊന്ന് നോക്കിയതാ. എന്നാൽ തെറ്റിദ്ധരിക്കരുത്, മറ്റു രീതി ചിന്തിക്കരുത്. എന്നാൽ യേശു കർത്താവിനെ അറിഞ്ഞ് ഈ മാർഗത്തിൽ വന്നപ്പോൾ അനേക ഇടങ്ങളിൽ വിമാനത്തെ പോകാനും മണിക്കൂറുകൾ ഇരിക്കാനുമൊക്കെ ഇടയായി. അത് പറയാൻ സ്തോത്രം, സ്തോത്രം. നീ ഈ മാർഗത്തിൽ വന്നാൽ നിനക്കൊരു ദോഷവും വരികയില്ല, നിന്റെ സന്തതിക്ക് ഒരു ദോഷം വരികയില്ല, നിന്റെ കുടുംബത്തിന് ഒരു ദോഷം വരികയില്ല. അതുകൊണ്ട് ഞാൻ വൈകിട്ട് ഇനിയും എനിക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾ കാണുമോ, ഞാൻ കാണുമോ, എന്തുവാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. നീ രക്ഷിക്കപ്പെടണം. നീ ക്രൈസ്തവ കുടുംബത്തിലെ ആ കുരിശുമൂട്ടിലെ ആ കുന്തത്തിലെ അത്യൊന്നും പറഞ്ഞിരിക്കരുത്. ഞാൻ പകലോ മറ്റെത്തിയ ശങ്കരിപുരി, ആ കാളികാവ, ശങ്കരമംഗലം, അതിന്റെ കുന്തം. നീ രക്ഷിക്കപ്പെടണമെന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശു മാത്രമായ രക്ഷകൻ. ഞാൻ അതുകൂടെ പറഞ്ഞേച്ച് നിർത്താം. ഞാൻ നിർത്താം. ഒക്കെ നിങ്ങൾക്ക് വൈകിട്ട് വരാം. രക്ഷിക്കപ്പെടണം. 2, നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അല്ലാതെ മെടുക്കുകയും കൊടയുകയും ഒഴുക്കുകയും ബാബോ സ്നാനപ്പെടുത്താം, നിപ്പിളും കുമ്പിയും വെച്ചോണ്ടാന്ന് സ്നാനപ്പെടുത്തുന്നത്. വെള്ളത്തിലിറങ്ങി മുങ്ങണം. അങ്ങനെ സ്നാനം. സ്നാപകനും സ്നാനാർത്ഥിയും വെള്ളത്തിൽ ഇറങ്ങണം. അങ്ങനെ സ്നാനപ്പെടണം. അത് പിതാവിൻ്റെയും പുത്രന്റെയും മുങ്ങണം. 3, അഭിഷേകം പ്രാപിക്കണം. ചില സഭക്കാരി അഭിഷേകം എന്നുള്ള പദമെടുത്ത് ചിലപ്പോൾ എന്നെ അലക്കാൻ സാധ്യത ഉണ്ട്. അല്ലേ, എനിക്ക് വേറെ അലക്കുണ്ടല്ലോ, പിന്നെ ഇപ്പം പുതിയ അലക്കൊന്നും വേണ്ട. സ്തോത്രം. നീ അലക്കിയാലും കൊള്ളാം, ഒലത്തിയാലും കൊള്ളാം, അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ ആരാധിക്കണം. അന്യഭാഷ ആരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. നീ ആഗ്രഹിച്ചാൽ ദൈവം നിന്നെ നിറയ്ക്കും. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അഭിഷേകം പ്രാപിക്കണം. പോരാ, വേർപാട് പാലിക്കണം. ലോകത്തോടും പാപത്തോടും സമൂഹത്തോടും എല്ലാ മണ്ഡലങ്ങളിലും കർക്കശമായി വേർപാട് പാലിക്കണം. ഒത്തിരി പറയാനുണ്ട്. 28 കെട്ടിനൊന്നും പോകരുത്. പെന്തിക്കോസുകാര് മാമോദിസായ്ക്കൊന്നും പോകരുത്. ആണ്ടിയാത്തത്തിനൊന്നും അപ്പനും വല്യപ്പനും ജാഗം നെയ്യപ്പം ഉണ്ടാക്കി ചുടാനും കൂടാനും ആക്കി കൂടിനകത്ത് കൊണ്ടുവരാനും പമ്മിയിരുന്ന് കഴിക്കാനും. മരണ വീട്ടിൽ പൊക്കോണം, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം. അത് കഴിഞ്ഞുള്ള ചടങ്ങിന് അവിടെ എത്തി നോക്കി മാമ ഒരു നെയ്യപ്പം ഞാൻ എന്നൊന്നും പറയരുത്. ഷാജി നിന്നെ ചപ്പും. ഇനി എന്നാ ചപ്പാനാ? വേർപാട് പാലിക്കണം. നന്നായിട്ട് വേർപാട് പാലിക്കണം. സ്തോത്രം. തിരുമേശ എടുക്കണം. തിരുമേശ നടക്കുമ്പോഴേ തിരുമേശ വരുമ്പോൾ ട്രാഫിക് പോലീസിനെ പോലെ നിൽക്കരുത്. തിരുമേശ എടുക്കണം. അതെടുത്തില്ലെങ്കിൽ അകത്ത് ജീവൻ കാണുകയല്ല. മനുഷ്യപുത്രൻ രക്തം കുടിക്കുകയും മാംസം തിന്നുകയും അവന് പാനം ചെയ്യുകയും ചെയ്യണം, എങ്കിലേ ജീവൻ കാണും. തിരുമേശ എടുക്കണം. ചിലപ്പോ നിങ്ങളുടെ ഭാഷയോട് ഇത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ അടുത്ത ആഴ്ച വരികയല്ല. പറയണ്ട, ഞാനത് പറഞ്ഞോളാം. പരുവത്തിന് ഞാൻ പറയാം. സ്തോത്രം. നന്നായിട്ട് വേർപാട് പറിച്ച് തിരുമേശ എടുക്കണം. കൂട്ടായ്മ ആചരിക്കണം. പ്രാർത്ഥന കഴിക്കണം. ഞായറാഴ്ച മാത്രം ഇങ്ങനെ പൊങ്ങി നോക്കിയാൽ പോരാ. അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവമക്കളുമായുള്ള കൂട്ടായ്മ. ഈ സഭയിൽ വരുന്നവർ ഇവിടെ തന്നെ വന്ന് കൂട്ടായ്മ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ഒന്നിച്ചുള്ള കൂട്ടായ്മ വലിയ ബലമാണ്. ദൈവമക്കൾ ഒന്നിച്ചുകൂടി ആരാധിക്കുന്ന ഒരു ബലമാണ്. ദൈവമക്കൾ ഒന്നിച്ചുകൂടി സ്തുതിക്കുന്നത് ബലമാണ്.
ദൈവമക്കൾ ഒന്നിച്ചുകൂടി ആത്മാവിൽ ബലപ്പെടുന്ന ബലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടണം, പ്രാർത്ഥനയിൽ പോരാടണം. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൂട്ടമായുള്ള പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന അത് ശക്തമാക്കണം. അങ്ങനെ വേർപാട് പാലിച്ച് വിശുദ്ധ ജീവിതം ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോട് കുറ്റമറ്റ മനസ്സിലോട്ടോട് ജീവിക്കണം. ഞാന് എല്ലാവർക്കും ഒന്നും എന്നോട് യോജിപ്പില്ല. തിരുവല്ലായിൽ തിരുമേശ എടുക്കാൻ നേരത്ത് ഞാൻ കാര്യം പറയും. അപ്പനെ അമ്മയ്ക്കും വെള്ളം കൊടുക്കാത്തവൻ ഇത് വന്ന് എടുത്തേക്കരുത്. അന്തേ നല്ല അന്വേഷിക്കാത്തവരും സംശയിക്കാത്തവരൊന്നും എടുക്കരുത്. അടിച്ചതിന്റെ ഇടപാട് തീർക്കും. സഹോദരങ്ങളോട് മിണ്ടാത്തവരും ഇത് വന്ന് എടുക്കരുത്. നിരപ്പാകണം. കേസും കോടതിയും മഴക്കും പുക്കാറുമായിട്ട് അതൊക്കെ ക്രമീകരിക്കണം. നമുക്കെതിരെ കേസ് കൊടുത്താൽ കോടതിയുടെ നിയമം പോയി നോക്കൂ. നീ കുരുക്കൊന്നും ഒപ്പിക്കരുത്. സഹോദരങ്ങളോട് വൈരാഗ്യം ഉണ്ടാക്കരുത്. ഓഹരി വല്ലതും ഉണ്ട് കൊടുക്കാനുള്ളത് കൊടുത്തോണം. ചേട്ടന്റെയോ അനിയന്റെയോ സഹോദരിയോടെ ഏടിച്ച് ഒന്നും ചതിച്ച് വാങ്ങരുതെന്ന്. മാനസാന്തരപ്പെട്ടപ്പോ സക്കായി പറഞ്ഞ് ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങുന്നെങ്കിൽ ഉപവാസ പ്രാർത്ഥന വെക്കാന്നല്ല, പിന്നെ അതാ മാനസാന്തരം. ഇതൊക്കെ ചെയ്ത് അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും നിമിഷവും മാനസാന്തരപ്പെട്ട് അവൻ വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. അവരെ ചേർക്കാനാണ് യേശു വരുന്നത്. നീ ആ വിധത്തിൽ നിന്നാൽ നിനക്കൊരു ദോഷവും വരികയല്ല, നിന്റെ സന്തതിക്ക് ദോഷം വരികയല്ല. നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്.